ഞാൻ എല്ലാ മഹാന്മാരുടെയും മഖബറിലുള്ള വെളിച്ചെണ്ണ ഞാൻ കുടിക്കാറുണ്ട്. ആ വെളിച്ചെണ്ണയിൽ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എൻ്റെ കയ്യുമ്പിൽ വലിയ കരിമ്പാറ എന്ന സാധനം ഉണ്ടായിരുന്നു. പന്തരങ്ങാടി പഠിക്കുന്ന സ്ഥലത്ത് അരിമ്പാറ എന്നൊക്കെ പറയും. ഇങ്ങനെ ഉണ്ണിന് ഭയങ്കര ഉറപ്പുള്ള സാധനമില്ല പാറ. മമ്പുറം മക്കാമിലുള്ള വെളിച്ചെണ്ണ പറ്റാൻ പറഞ്ഞു വല്ലിപ്പ. ഞാൻ ആ വെളിച്ചെണ്ണ തേച്ചു, ആ പാറ പോയി, പിന്നെ പാറ വന്നിട്ടില്ല. അത് എൻ്റെ വിശ്വാസമാണ്. ആയിക്കോട്ടെ, മുനീർ ബാക്കവിയുടെ വിശ്വാസം അതാണെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പല ആളുകൾക്കും പല വിശ്വാസം ഉണ്ടാവും. എന്നാൽ അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കരുത് എന്നുള്ളതാണ് മുനീർ ബാക്കവിനോടും മറ്റുള്ള ബാക്കവിയോ മറ്റേ ഏത് ആളുകളോടാണെങ്കിലും ഇതുപോലെ കെട്ടും കെട്ടിയിട്ട് പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞതിലെ കാര്യം എന്തെന്നറിയോ? മമ്പുറം തങ്ങളുടെ അടുത്ത് പോയിട്ട് ആ എണ്ണ എടുത്തിട്ട് അതിങ്ങനെ അരിമ്പാറമേ, എനിക്കും ഉണ്ടായിരുന്നു ഈ അരിമ്പാറയൊക്കെ. അത് ഡോക്ടറെ കാണിച്ചാൽ പോകുന്ന ഒരു അസുഖമാണ്, അല്ലാതെ മാറാവ്യാധി ഒന്നുമല്ല. ഇങ്ങനെ ജാർത്തിങ്ങ പോയാൽ മാത്രം മാറുന്ന ഒരു തരം പ്രത്യേകതരം അസുഖമൊന്നും അല്ലാതെ അത് മനുഷ്യ ശരീരത്തിലെ ചില മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന അരിമ്പാറ കരിമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവലുണ്ട്. അത് ചികിത്സിച്ചാൽ മാറുന്നതാണ്, അല്ലാതെ താനെ പോകുന്നതുമാണ്. അതത്ര വലിയൊരു മാറാവ്യാധി രോഗമൊന്നുമല്ല, കുഷ്ഠം വെള്ളപ്പാണ്ട് പോലെയുള്ള അങ്ങനത്തെ ഒരു സാധനമല്ല. ഇത് കാണിച്ചത് ഇവർക്ക് എന്തുണ്ടെങ്കിലും നേരെ ജാറത്തിങ്ങ പോയിട്ട് എണ്ണ കുടിക്കുക എന്നുള്ളതാണ്. ഈ എണ്ണ കുടിക്കൽ, ഈ വെളിച്ചെണ്ണ റസൂലുള്ളാഹിക്ക് അറിയോ സഹോദരന്മാരെ? ഈ എണ്ണ കുടിച്ചാൽ അതിന് ബർക്കത്തുണ്ട്, തബറുക്കാണെന്നൊക്കെ ആരെ ഇവരെ പഠിപ്പിച്ചത്? ഇവർ വെറുതെ കണ്ട് പറഞ്ഞു നടക്കുക. ഈ ജാറത്തിന്റെ ഉള്ളില് വിളക്ക് വെക്കാനും വിളക്കിൽ എണ്ണ ഒഴിക്കാനും ആ എണ്ണ കോരി കുടിക്കാനും അത് മേത്തുകൂടി തേക്കാനും അത് അരിമ്പാറമ തേക്കാനും ഒക്കെ ആരെ ഇവരെ പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ പേരിലല്ലേ ഇത് പറയണത്? ഇസ്ലാമിൽ അങ്ങനെ ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ പേരിൽ ആരും പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കേണ്ടതുമില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവർക്ക് ഈ ജാറപൂജ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട. പൂജകൾ നടത്തുന്നത്, ആ പൂജ നടത്തുന്ന ആളുകള് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അവരുടെ വിഗ്രഹം, അവരുടെ പ്രതിഷ്ഠ, അവരുടെ ഒരു എന്തെങ്കിലും ഒരു ദൈവസങ്കല്പം, ആ ദൈവസങ്കല്പത്തെ അവർ സന്തോഷിപ്പിക്കുന്ന പോലെ അവർക്ക് പൂജയൊക്കെ ചെയ്ത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇവിടെ ചില മുസ്ലിയാക്കന്മാര്, നമ്മൾ മുമ്പ് കാണിച്ചൊരു വീഡിയോ ആണ്, ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ ഖബറിലുള്ള ആളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഖബർ പൂജ അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടോക്കാണി. ബഹുമാനപ്പെട്ടവരെ, കുത്തുബുല്ലാലം ശൈഖ് തങ്ങളാണ് ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കിടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ, ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഒരുപാട് ഇതുപോലെ ചെയ്യണ പൂജ ഞങ്ങൾ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ടവരെ, കയ്യരുതേ ഞങ്ങൾ നോക്കണേ യാ സയ്യിദി. മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾ ലോകത്തുള്ള സർവ്വരെയും രക്ഷപ്പെടുത്തണേ മഹാനവകളെ. രക്ഷപ്പെടുത്തണ്ട, രക്ഷപ്പെടുത്തുകയാണെങ്കിൽ രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവകളെ, കാക്കണേ യാ സയ്യിദി. അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, മരണത്തിൽ ഞങ്ങൾ സലാമത്താക്കി തന്നെ മഹാനവകളെ. എല്ലാ അപകടത്തിൽ നിന്നും യാത്ര, ഞങ്ങളെ വാഹനങ്ങൾ യാത്രകളെയും കാക്കണേ മഹാനവകളെ. പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. ദുനിയവിയും മുഖറവിയുമായ ഞങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ യാ വലിയല്ലാ, സലാമത്താക്കണേ യാ വലിയല്ലാ. ഞങ്ങളേറ്റെടുത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കേസുകളുണ്ടോ, പ്രശ്നങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങ് പരിഹരിക്കണേ യാ വലിയല്ലാ. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് അവരൊക്കെ അവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാനവറുകളെ, ഓർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ. കേസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കി തരണേ എന്നൊക്കെ പറയുന്നുണ്ട് ആ മയ്യത്തിനോട്. കേസ് നിങ്ങൾ ഉദ്ദേശിച്ച ഇയാൾ കോടതിയോ വക്കീലോ അല്ലെങ്കിൽ ജഡ്ജിയോ ഒന്നും അല്ലട്ടില്ലേ. കേസ് ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട്
ഓരോ കേസുകൾ വരെ ഏറ്റെടുക്കും. എന്നിട്ട് ആ ചികിത്സിക്കുന്ന ആളുടെ ബന്ധുക്കളിൽ നിന്ന് നല്ലോണം പൈസയും വാങ്ങിയിട്ട് അങ്ങനെ ചികിത്സ എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. അവര് ആത്മീയ ചൂഷണം പലതരത്തിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പം നടത്തിയത് ഏറ്റവും വലിയ പിഴച്ച വാദമല്ലേ? ഞങ്ങൾക്ക് ബുദ്ധി തരണേ എന്നുള്ളതും പറയണത് ഈ മയ്യത്തിനോടാ. ആ മയ്യത്താണെങ്കിലോ കുറച്ച് പരിധിയിൽ കൂടുതൽ നീളമുണ്ട് തോന്നുന്നു. ഓല ഇഷ്ടത്തിന് കെട്ടിപ്പൊക്കണാണല്ലോ. അതിന്റെ ഉള്ളിൽ ആളുണ്ടോന്നാവേ. ഇനി ഏതെങ്കിലും ഈ തെരുവ് കൂടി നടക്കണ 4 കാലും 1 വാലും കുരക്കുകയും ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ തല്ലിക്കൊന്നിട്ടിട്ട് ജാറുണ്ടാക്കിക്കാണോ എന്നുള്ളതും അറിയില്ല. പറയാൻ പറ്റൂല. ഇവർക്ക് പണമാണ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ഈ വീഡിയോ നമ്മൾ മുമ്പ് തന്നെ 1-2 തവണ കാണിച്ചാണ്. വീണ്ടും കാണിച്ചത് പൂജിക്കുക. കബർ പൂജ എന്ന് പറയുമ്പോൾ ആരും ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾക്ക് കുരുപൊട്ടിയൊലിക്കും വേണ്ട. വല്ലാതെ ചൊറിയുന്നുണ്ടെങ്കിൽ മുരിക്ക് മരത്തുമ്മ കയറിയിട്ട് താഴേക്ക് ഇങ്ങോട്ട് ഊർന്നോളി. അണ്ടർവെയർ ഇടാതിരിക്കുകയാണ് നല്ലത് ചൊറിച്ചിൽ മാറാന്. കാര്യം ഇതില് പൂ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് കേണപേക്ഷിക്കുന്നുണ്ട്. ദൈവത്തോട് ചോദിക്കേണ്ടതെല്ലാം അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഈ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക മന്ത്രോച്ചാരണത്തോടെയുള്ള ഒരു പ്രത്യേക കർമ്മമൊന്നുമല്ല. പൂ കൊണ്ടുള്ള പൂജിക്കലാണ്. ദൈവസങ്കല്പമായി കണ്ടുകൊണ്ട് മറ്റുള്ളവയെ ആരാധിക്കലാണ്. അള്ളാഹ്ക്ക് മുമ്പിൽ പൂവിന്റെ ആവശ്യമല്ല. അള്ളാഹ്ക്ക് മുമ്പിൽ ഈ കൊട്ടിക്കലാശത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഏച്ചു കെട്ടി മുഴപ്പിക്കലിന്റെയോ ഒന്നും ആവശ്യമില്ല. ഒന്നുമില്ലാതെ അള്ളാഹുവോട് നിഷ്കളങ്കമായിക്കൊണ്ട് ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടും ഏതു സമയത്തും 7x24 ആണ്. ഏത് സമയത്തും ചോദിക്കുക. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. എവിടെയെങ്കിലും പോയിട്ട് ഒരു മണ്ണുങ്കൂനക്ക് മുമ്പിൽ നിന്നിട്ട് ചോദിക്കണമെന്നില്ല. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളത് അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മയ്യത്തിനോട് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുന്ന ആരെ പറഞ്ഞിരിക്കണത്? അതൊന്ന് പറഞ്ഞെന്നാണ് നിങ്ങള്. മയ്യത്തിനോട് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളത് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? നിങ്ങളെ പൊട്ടക്കിതാബില് പാളക്കിതാബില് രേഖപ്പെടുത്തിയ കഥ അല്ല ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, സത്യം. അപ്പോ ഇതുപോലെയുള്ള പിഴച്ച വാദക്കാര് ഇതുപോലെ പിഴച്ച വിശ്വാസവുമായിട്ട് ഉമ്മത്തിനെ പിഴപ്പിക്കാൻ ഇറങ്ങുന്നു. അതിന്റെ കാര്യം എന്താണ് എന്നുള്ളത് ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. കുറച്ച് ദീർഘിച്ച ഒരു വീഡിയോ ആണ്. ഫാഷിസവും അതുപോലെ തന്നെ സയോണിസവും മറ്റുള്ള ഇസങ്ങളെല്ലാം മുസ്ലിങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ആവശ്യത്തിനെതിരായിക്കൊണ്ട് ആവശ്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആദർശത്തെ കടന്നാക്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ ആദർശത്തെ കടന്നാക്രമിക്കുന്ന ആളുകൾ ഇതുപോലെ ആളുകളെ ഇസ്ലാം എന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു പല വഴികളിലേക്കും എത്തിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇവിടെ ഖബർ പൂജയും ഖബറിലുള്ള മയ്യത്തിനോട് ശവത്തിനോട് തേടലും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാവരും ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് എന്നുള്ളത് പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.